ഹായ് ഗായ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതാ ഒരു ഹോസ്പിറ്റൽ ഡേ വീഡിയോ ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഡേയും പിന്നെ വീട്ടിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഡിസ്ചാർജ് ഡേ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ നിച്ചുകുട്ടന് രാത്രി ഇവിടെ ആവി പിടിക്കാൻ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. രാത്രി 12 മണിക്ക് നെബിലൈസ് ചെയ്യുന്നുണ്ട്. രാത്രി 12 മണിക്ക് പിന്നെ വെളുപ്പിന് 4 മണിക്ക് അങ്ങനെ നെബിലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി 12 മണിക്ക് ജസ്റ്റ് വന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവൻ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതാണ് അവൻ ഇങ്ങോട്ട് നോക്കാണ്ടിരിക്കണേ. അപ്പോൾ ഇക്കത് അപ്പുറം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ആവി പിടിക്കാൻ നേരത്ത് സിസ്റ്റർമാർ വന്നപ്പോൾ എണിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇക്കഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വണ്ടി പോകും കേട്ടോ. വെളുപ്പിനൊക്കെ വണ്ടി പോകും. അപ്പോൾ അത് അവിടെ പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ. ഇത് പള്ളി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അത് കാരണം ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് അലങ്കരിച്ചേക്കണേയാണ് കേട്ടോ. അപ്പോൾ അത് ഇക്കായ്ക്ക് മീനു അങ്ങനെ രാവിലെ കേട്ടോ. രാവിലെ ഡോക്ടറൊക്കെ വന്നു, ഡിസ്ചാർജാന്ന് പറഞ്ഞു. അപ്പോൾ നിച്ചുകുട്ടൻ ഇതാ അവിടെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് കേട്ടോ. പിന്നെ ഡിസ്ചാർജാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സാധനങ്ങളെല്ലാം കുട്ടിലാക്കി എല്ലാം എടുത്തു വെച്ചു കേട്ടോ. വാപ്പിച്ച് വരും വിളിക്കാൻ. വാപ്പിച്ചിടൊപ്പാണ് കേട്ടോ. ഇക്ക വണ്ടി പോയേക്കല്ലേ, അതുകൊണ്ട് വാപ്പിച്ച് വരും. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ എടുത്ത് പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബില്ലാവേണ്ട താമസമുള്ളൂ. ബില്ലാകുമ്പോഴത്തേക്ക് ഉച്ചയൊക്കെ ആവും കേട്ടോ. അപ്പോൾ അതാ ഈ മരുന്നും കാര്യങ്ങളോടെയാണ് ഇനി എടുത്ത് വയ്ക്കാനുള്ളൂ. അപ്പോൾ നിച്ചുകുട്ടനോട് കിടക്കണ്ട കേട്ടോ. അവൻ്റെ കയ്യിൽ ഇന്നലെ ക്യാനെല്ലാം മാറ്റി കുത്തിയ കാരണം അവനക്ക് അതിൻ്റെ ഒരു വിഷമത്തിൽ കിടക്കണതാണ് കേട്ടോ. ഇന്നലെ രാത്രിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു, അത് മാറ്റി കുത്തിയ കാരണം. പക്ഷേ പനി ഈ ചുമ മാറാത്തതുകൊണ്ടേ ഇഞ്ചക്ഷൻ ഡോസ് മൊത്തം ഫുൾ എടുക്കുകയും ചെയ്യണമല്ലോ. 5 ദിവസത്തെ ഫുൾ ഡോസ് എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മാറ്റി കുത്തിയത്. അപ്പോൾ അത് അനിച്ചോട്ടാണ് കിടക്കേണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ ഒരു ചോറ് മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നേ കടയിൽ നിന്ന്. അപ്പോൾ അതാ വീട്ടിൽ വന്നു, ചോറൊക്കെ ഉണ്ടു. നിച്ചുകൂടിനും ചോറൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പൊലത്തും ചമ്മന്തിയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ചോറിട്ട് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഉറങ്ങി എണിച്ചപ്പോൾ ഉള്ളൊരു ഇതാണ് കേട്ടോ, ഇത് വീഡിയോയാണ് കേട്ടോ. ഇത് ഉറങ്ങി എണിച്ചപ്പോൾ നല്ലൊരു മഴക്കാറിൻ്റെയൊക്കെ ഒരു മൂടുണ്ട്. പക്ഷെ മഴയൊന്നുമില്ല, മഴയൊന്നും പെയ്തില്ല കേട്ടോ. നല്ല മഴക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. നിച്ചുകുട്ടൻ എണിച്ചുള്ള കേട്ടോ. നിച്ചുകുട്ടൻ എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതിനകത്ത് കാണാൻ പറ്റണില്ല, ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ പിച്ചിലേൽ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ നിച്ചുകുട്ടനെ വിളിച്ചെണിപ്പിച്ച് ഞാൻ നിച്ചുകുട്ടനെ എണിക്കും കേട്ടോ. അതാ ഞങ്ങൾ എണിച്ച് വന്നപ്പോൾ കുറച്ച് നേരം മുമ്പ് വശത്ത് വന്നിരുന്നു കേട്ടോ. മൊത്തം കരിയിലേക്കും ചാടി നാശമായി കിടക്കുവാണ്. ഇന്നിപ്പോൾ അടിച്ച് പറ്റുമെങ്കിൽ സമയം കിട്ടുമെങ്കിൽ ഒന്നൊന്ന് അടിച്ചു വരി കളയണം. അല്ലെങ്കിൽ നാളത്തേക്കൊക്കെയാണ് കേട്ടോ അടിച്ചു വരി കളയുള്ളൂ. രാവിലെ ആണെങ്കിലും അടിച്ചു വരി കളയുള്ളൂ. മഴക്കാർ വെച്ചിട്ടുണ്ട്, പക്ഷെ മഴ പൊടിയണമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ എണിച്ച് പോയി ചായയൊക്കെ വെക്കണം. ഞാനിതാ കുറച്ചൊരു മുമ്പ് ദിവസത്തേക്കും പോയിരുന്ന കയറി വന്നിട്ട് ചായ വെച്ചു കേട്ടോ. ഇപ്പോൾ ചായ കുടിക്കണം. ഇതാ ഇവിടെ കപ്പ നന്നായിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. കപ്പ ഒഴുങ്ങി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് ഓർത്താണ്. ഇക്ക തിന്നൂലായിരിക്കും കേട്ടോ. ഇക്കാക്ക് കഞ്ഞി വയ്ക്കണം. ഇക്കാക്കും നിച്ചുകുട്ടനും കഞ്ഞി വയ്ക്കണം. അപ്പോൾ അതാ കപ്പ ഒഴുങ്ങാൻ വേണ്ടി തൊണ്ട് വിളിക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ചായ കുടിക്കാൻ നേരത്ത് കാണാം കേട്ടോ. ഉണ്ണിയപ്പമാണ് കേട്ടോ. ഉണ്ണിയപ്പം കട്ടൻ ചായയാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ വേറെ പലഹാരമൊക്കെ ഇരിക്കുന്നുണ്ട്. നിച്ചുകുട്ടനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവനക്ക് ഉണ്ണിയപ്പം മതി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും എടുത്തില്ല കേട്ടോ. ഇനി ചായ കുടി കഴിഞ്ഞിട്ട് വേണം കപ്പ അടുപ്പത്ത് വയ്ക്കാൻ. കപ്പ അടുപ്പത്ത് വെച്ച് കഞ്ഞിക്കുള്ള അരി ഇടണം. അരി റൈസ് കുക്കറിലേക്ക് തന്നെ ഇറക്കി വെക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അരി നല്ലോണം വെന്തോളും. എന്നിട്ട് പിന്നെ റൈസ് കുക്കറിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് കപ്പയൊക്കെ അടുപ്പത്ത് വയ്ക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ അതാ ചായ കുടിയും കഴിഞ്ഞു കേട്ടോ. ചായ കുടിക്കാൻ നേരത്ത് ഞങ്ങൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ കപ്പ അടുപ്പത്ത് വെച്ചു, അരി അടുപ്പത്ത് ഇട്ടുണ്ട് കേട്ടോ കഞ്ഞിക്കുള്ള. ഇനിയിപ്പോൾ ഇച്ചിരി അലക്കാനുള്ളതൊക്കെ മിഷ്യത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇനിയിപ്പോൾ അടിച്ചു വരി കളയണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റുന്നിടത്തോളമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇനി കുറച്ച് കഴിയുമ്പോൾ കാണാം കേട്ടോ. അതാ ചോറൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് കഞ്ഞിക്കുള്ളതൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ. ഇതാ മിഷ്യത്തിലേക്ക് വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ട്. അലക്കാനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഴക്കാർ വെച്ചാണ് കാരണമാണ് കേട്ടോ അങ്ങനെ ഇരുണ്ടിരിക്കണേ. നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണിച്ചപ്പോൾ പോലും മഴക്കാർ വെച്ചു. 4 മണിയൊക്കെ ആയപ്പോൾ മഴക്കാറൊക്കെ വെച്ച് തന്നെയാണ് കേട്ടോ. പക്ഷെ മഴയൊന്നും പെയ്യണില്ല. അതാ മിഷ്യത്തിലേക്കുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇനി അവിടെ കിടന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. അതാ നിച്ചുകുട്ടൻ
ഇനി ഒന്ന് അടിച്ചു വരി കളയാനും അങ്ങനെ ചില്ലറ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയും കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അതാ അടിച്ചു വരി കളയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാ കപ്പയ്ക്കുള്ള ചമ്മന്തി അരയ്ക്കാമെന്ന് ഓർത്തോട്ടതാ ചുവന്നുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് കാന്താരി മുളകും ഉണ്ട് കേട്ടോ. പിന്നെ ഉപ്പ്, പുളി, ഇത്രയും സാധനങ്ങളാട്ടോ. ഇത് ഇനി മിക്സിയിലിട്ട് ഒന്ന് കറക്കിക്കൊണ്ട് വരാം കേട്ടോ. കല്ലിൽ ഇട്ടിടിച്ചാലും മതി. എനിക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ മിക്സിയിലേക്ക് ഒന്ന് കറക്കിക്കൊണ്ട് വന്നാൽ മതി. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താണ്ട് കേട്ടോ. ഉള്ളിയും മുളകും പുളിയും ഉപ്പൊക്കെ ഇതൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ മിക്സിയുടെ ജാറിലിട്ട്. അപ്പോൾ അത് ചമ്മന്തി ഇവിടെ അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയോട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചമ്മന്തിയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിച്ചുകുട്ടന് കപ്പ വേണമെന്ന് പറഞ്ഞത് കപ്പയും ചമ്മന്തി അച്ചാറോടെയും കൂടി കൊടുത്താണ്ട് കേട്ടോ. ചിലപ്പോൾ അവൻ കഴിക്കും, കഴിച്ചില്ലെങ്കിൽ കഞ്ഞി കൊടുക്കാമെന്ന് ഓർത്താം. ഇനി മരുന്നുണ്ട്. അവൻ എന്താണ് ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും ഉറങ്ങില്ല. പകൽ ഉറങ്ങിയ കാരണം താമസിച്ച് ഉറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ കപ്പ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിച്ചുകൂട്ടൻ കപ്പ തന്നെയുണ്ട് കേട്ടോ. എനിക്ക് ചമ്മന്തി കപ്പയുടെ മേളിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ കാരണം ഞാൻ കപ്പയുടെ മേളിലേക്ക് ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിച്ചുകൂട്ടിന് കപ്പയും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ഇക്ക വന്നിട്ട് നിച്ചുട്ടനും കപ്പയൊന്നും അപ്പടിയും തിന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇക്ക വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കഞ്ഞിക്കുള്ള മുട്ട പൊരിക്കാമെന്ന് ഓർത്ത് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള മുട്ട ശരിയാക്കണം. ഉള്ളിയും സവാളയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കലക്കിയിട്ടതാണ് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അതാ കഞ്ഞിക്ക് പിന്നെ ചമ്മന്തിയും മുട്ട വറുത്തതും അച്ചാറും ഇത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി തൂളി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തൊന്ന് അടച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് കുളി കഴിഞ്ഞ് വന്നോട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞിയും മുട്ടയും ചമ്മന്തിയും അച്ചാറും ഇതൊക്കെ വിളമ്പി വെച്ചാണ്ട് ഇട്ടാം. നിച്ചുകൂട്ടൻ കപ്പ മൊത്തം തിന്നില്ലായിരുന്നു കേട്ടോ. അവൻ ഇച്ചിരി കപ്പയാണ് കേട്ടോ തിന്നുള്ളത് കൊണ്ട് പിന്നെ അവനക്ക് കഞ്ഞി എടുത്താണ്ട് ഇട്ടാം. കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനും കപ്പ നിച്ചുകൂട്ടൻ തിന്നതിൻ്റെ ബാക്കി ഒരു കഷ്ണം കപ്പ ഇരുന്ന് തിന്നോട്ടോ. പിന്നെ ഞാൻ കപ്പേനെ നോക്കിയില്ല. പിന്നെ കഞ്ഞി കുടിക്കാമല്ലോ എന്നുള്ള രീതിയിൽ കഞ്ഞി കുടിച്ചു. അപ്പോൾ എനിക്ക് നല്ല തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അതാണ് പിന്നെ ഞാൻ കപ്പ പ്രത്യേകിച്ച് കഴിക്കാണ്ടിരുന്നത്. പിന്നെ കഞ്ഞി കുടിക്കാമല്ലോ എന്നുള്ള രീതിയിൽ കഞ്ഞി കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.